നമ്മുടെ ബിസിനസ് റെഗുലേഷൻ എന്ന പേപ്പറിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മുടെ FYUGPയുടെ 3rd സെമസ്റ്ററിലെ മേജർ പേപ്പറാണ് ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്നത്. കുറെ നിയമങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പേപ്പറാണ്. എങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഒന്ന് നോക്കിയാൽ നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നെവർ ആക്കിയാൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഈ പേപ്പറിന്റെ പ്രത്യേകത അതാണ്. കാരണം നമ്മൾ ബാക്കി തിയറി പോലെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ഇതിന് പറ്റൂല. അങ്ങനെ പ്രശ്നമുണ്ട്. കൃത്യമായിട്ട് അതിന്റെ ആൻസർ തന്നെ ആവണം. നമ്മൾ എന്തെങ്കിലും എഴുതി എന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂല. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ചില ഭാഗങ്ങൾ വലിയ സംഭവമൊന്നുമല്ല, നമുക്കത് സിമ്പിൾ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഇതില്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ജസ്റ്റ് സിലബസ് ഒന്ന് പരിചയപ്പെടുത്താണ്. ചുമ്മാ എല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ആദ്യം സിലബസ് ഒന്ന് പരിചയപ്പെടുത്താണ്. നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ പേര് ബിസിനസ് റെഗുലേഷൻസ് എന്നാണ്. അഥവാ കുറെ നിയമങ്ങളെ കുറിച്ച്, ലോനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, സിമ്പിൾ തന്നെയാണ്. അങ്ങനെ വലിയ ടൈറ്റുള്ള പേപ്പർ ഒന്നല്ല, നമുക്ക് കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതന്നെ ഉള്ളൂ. അതിൽ ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണ്. ഇതിൽ നമുക്ക് സബ്ജക്റ്റ് എടുക്കാനുള്ളത് 4 മൊഡ്യൂളാണ്. ഒന്ന് ഓപ്പണന്റിന്റെ മൊഡ്യൂളാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ആദ്യമായിട്ട് എന്താണ് ബിസിനസ് ലോ അല്ലെങ്കിൽ മെർക്കന്റൈൽ ലോ, അതൊക്കെ അതിന് പറയാം. എന്താണ് ബിസിനസ് ലോ എന്ന് പറയും. പിന്നെ ഇതിൽ ഫസ്റ്റ് മെയിൻ ആയിട്ട് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ. അതാണ് ഫസ്റ്റ് മൊഡ്യൂൾ ഉള്ളത്. രണ്ടാമത്തത് സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾ. ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ഇതൊക്കെ സംഭവം രസമാണ്. നമുക്ക് ഞാൻ രസമായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ്. ബെയിൽമെന്റ്, പ്ലഡ്ജ്, അതുപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെ കുറിച്ചാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ മൊഡ്യൂള് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഒരു ആക്ട്, ഒരു നിയമം, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് 3rd മൊഡ്യൂൾ ഉള്ളത്. ലാസ്റ്റ് മൊഡ്യൂൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സൈബർ ലോ എന്നുള്ളത്. ആ ഒരു ടോപ്പിക്കാണ് 4th മൊഡ്യൂളിൽ പറയുന്നത്. ഇത്രയാണ് നമ്മുടെ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ സിലബസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതിൽ ആദ്യത്തെ മൊഡ്യൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂള് നമ്മൾ പറയാണ്. ഈ കംപ്ലീറ്റ് നോട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീച്ചിങ് മെറ്റീരിയൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതില് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്, PDF നോട്ട് അവിടെ കിട്ടും. അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ ലെക്ചേഴ്സ് എന്ന ഭാഗമുണ്ട്. ലെക്ചേഴ്സ് അല്ലെങ്കിൽ ചിലതിൽ റെക്കോർഡിങ്സ് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വീണ്ടും കേൾക്കാം കേട്ടോ. റെക്കോർഡായിട്ട് അവിടെ ഉണ്ടാകും. ഏത് നിമിഷം, ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അതിൽ നിന്ന് കേൾക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് ബിസിനസ് റെഗുലേഷൻസ് എന്നുള്ളതാണ്. നമ്മുടെ 3rd FYUGPയിലെ 3rd സെമസ്റ്ററിലെ മേജർ പേപ്പറാണ് ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്നത്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പേര് മുഹമ്മദ് അഫ്സി, സ്ഥലം രാമപുരാണ്, മലപ്പുറം ജില്ലയിലെ രാമപുരാണ്. വർക്ക് ചെയ്യുന്നത് ക്രിസ്ത്യൻ വാലി കോളേജ്, മോങ്ങം, മലപ്പുറത്ത്. ഇതില് ക്രിസ്ത്യൻ വാലി കോളേജിലത്തെ കുട്ടികളും ഉണ്ട്, അതല്ലാത്ത പുറത്തുനിന്നുള്ള ഒരുപാട് കുട്ടികളും നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഏകദേശം ഒരു 120ഓളം കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2-3 ടോപ്പിക്കുകൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലായിരിക്കും നമ്മുടെ ക്ലാസ്. ഞായറാഴ്ച 9 to 9:45 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക കേട്ടോ. എല്ലാവരും ഞായറാഴ്ചകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഓരോ ദിവസം എടുക്കുന്ന ക്ലാസ്സിന്റെ നോട്ട് ആ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം അവിടെ അവൈലബിൾ ആവും കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള കണ്ടന്റ്. ഒന്ന്, എന്താണ് ബിസിനസ് ലോ എന്നതിന്റെ ഒരു ഡെഫിനേഷൻ പഠിക്കാണ്ട്. രണ്ടാമത്തത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്താണ്, അതിന്റെ ഡെഫിനേഷനും അതിന്റെ എസെൻഷ്യൽസ്, ക്ലാസിഫിക്കേഷൻസ്. പിന്നെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ആ ഒരു കാര്യം എന്താണ് പറയുന്നത്. ദെൻ വോയിഡ് അഗ്രിമെന്റ് എന്താണ്, കണ്ടിജന്റ് കോൺട്രാക്ട് എന്താ, കോസി കോൺട്രാക്ട് എന്താ. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഉള്ളത്. നമ്മൾ മെല്ലെ മെല്ലെ ഓരോ ടോപ്പിക് ബേസ് ചെയ്തിട്ട് പറഞ്ഞു പോവാണ്. ആദ്യമായിട്ട് എന്താണ് ബിസിനസ് ലോ? അതിന്റെ മറ്റൊരു പേരാണ് മെർക്കന്റൈൽ ലോ. രണ്ടും പറയാം കേട്ടോ, ബിസിനസ് ലോ എന്നും പറയാം, മെർക്കന്റൈൽ ലോ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് ആ വാക്ക് തന്നെ നമുക്ക് കിട്ടും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ ബിസിനസിന്റെ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. നോക്കിയേ, സിമ്പിൾ ആയിട്ട് നിങ്ങൾ അതിൽ പഠിച്ചു വെക്കേണ്ട ഒരേ ഒരു ടേം ഇതാണ്, കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന നിയമം. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം.
ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്കാണ് മെർക്കന്റൈൽ ലോ അല്ലെങ്കിൽ ബിസിനസ് ലോ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം മാത്രം ഓർത്തു വെക്കുക. 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ബിസിനസ് ലോ അല്ലെങ്കിൽ വാട്ട് ഈസ് മെർക്കന്റൈൽ ലോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്കാണ് മെർക്കന്റൈൽ ലോ എന്ന് പറയുന്നത്. നോക്കിയേ, താഴെ പറയുന്നുണ്ട് മെർക്കന്റൈൽ ലോ ഗവേൺസ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ട്രേഡ് വിത്തിൻ എ നാഷൻ. ഒരു രാജ്യത്തിനകത്ത് ഈ 2 ടേം ഒന്ന് ഓർത്ത് വെച്ചോളി. കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും അതുപോലെ ട്രേഡും അല്ലെ. ട്രേഡ് നമുക്കറിയാലോ, കച്ചവടം അല്ലെ. അപ്പോ ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിനെയും ട്രേഡിനെയും സൂചിപ്പിക്കുന്ന നിയമങ്ങൾക്കാണ് മെർക്കന്റൈൽ ലോ അല്ലെങ്കിൽ ബിസിനസ് ലോ എന്ന് പറയുന്നത്. അത് മാത്രം ഇതിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ഒന്ന് ബിസിനസ് പേഴ്സൺസ് അല്ലെ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഡീലേഴ്സ് ഉണ്ടാവും, സപ്ലൈസ് ഉണ്ടാവും. ഇതൊക്കെ എന്താ, ഒരു ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട റൂൾസ് റെഗുലേഷൻസ് ആണ് ഈ നിയമത്തിൽ പറയുന്നത്. ഇനി എവിടുന്നാണ് ഈ ലോ നമ്മുടെ ഇന്ത്യയിൽ മെർക്കന്റൈൽ ലോ അല്ലെങ്കിൽ ബിസിനസ് ലോ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? അത്ര ഇമ്പോർട്ടന്റ് എന്നല്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോ എന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഭരണഘടന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അത് ഇന്ത്യക്കാരുണ്ടാക്കിയതൊന്നല്ല, നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തതാ. ഗൾഫ് കൺട്രീസ് ഉണ്ട്, അതുപോലെ യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറാക്കിയത്. എന്നതുപോലെ തന്നെ ബിസിനസ് ലോ എന്ത് ചെയ്യുന്നുണ്ട്, പല ഭാഗത്തു നിന്ന് കടമെടുത്തതാണ്. ഒന്ന് ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോ എന്ന് കുറെ പോയിന്റുകൾ നമ്മൾ ഇതിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, കുറെ പോയിന്റുകൾ ഇതിൽ നിന്ന് പൊറുക്കിയെടുത്തിട്ടുണ്ട്. 2 ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ, ഇന്ത്യയിൽ വരുന്ന മറ്റു നിയമങ്ങൾ. ഇപ്പോ ഒരു എക്സാമ്പിൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അതുപോലെ കമ്പനീസ് ആക്ട് തുടങ്ങിയ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ നിന്നും കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ലോയിലേക്ക്, ബിസിനസ് ലോയിലേക്ക് പൊറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ബിസിനസ് ലോ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആദ്യം നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ലോയിൽ നിന്ന് കുറെ കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ അഥവാ ഇന്ത്യയിൽ ബന്ധപ്പെട്ട മറ്റു ലോസ് ഉണ്ട്, അതിൽ നിന്ന് കുറെ പൊറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തത് ജുഡീഷ്യൽ ഡിസിഷൻസ്, കോടതിയുടെ ഉത്തരവ് അഥവാ കോടതി എടുക്കുന്ന കുറെ തീരുമാനങ്ങൾ, അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ഒരു കോടതി ഒരു കേസ് പറയുമ്പോൾ അല്ലെ, മുമ്പ് ഇന്ന കോടതിയിൽ ഇങ്ങനെ ആ കേസിന് ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഡിസിഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അതായത് കോടതി പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ നിന്നും നമ്മൾ ഈ ലോ പെറുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ കസ്റ്റംസ് ആൻഡ് യൂസസ്, നമ്മൾ ജീവിക്കുന്ന ചില കസ്റ്റംസ് ഉണ്ട്, ചില കൾച്ചേഴ്സ് ഉണ്ട്, അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ലോ കടമെടുത്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ബിസിനസ് ലോ എവിടുന്നൊക്കെയാണ് പെറുക്കിയെടുത്തിട്ടുള്ളതാണ്. ഒന്ന് ഇംഗ്ലീഷ് ലോ എന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ ഇന്ത്യയിൽ ഓൾറെഡി ഉള്ള സ്റ്റാറ്റ്യൂട്ട് ലോകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ കോടതിയുടെ തീരുമാനങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ ആചാരങ്ങൾ അവിടെ നിന്ന് കുറെ പൊറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തു നിന്നൊക്കെയാണ് മെർക്കന്റൈൽ ലോ എന്നുള്ളത്. അത്ര ഇമ്പോർട്ടന്റ് എന്നല്ല, ചുമ്മാ നോക്കിയ മതി കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതായത് ഇന്ത്യയില് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട, കോൺട്രാക്ട് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ, 2 ആളുകൾ തമ്മിൽ നടക്കുന്ന ഒരു ഉടമ്പടി എന്നൊക്കെ നമുക്ക് പറയാം മലയാളത്തിൽ അല്ലെ, കോൺട്രാക്ട്. 2 ആളുകൾ തമ്മിൽ ചെയ്യുന്ന ഒരു ഉടമ്പടി, അതിനാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പൊ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. ഈ നിയമത്തിലാണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനുള്ള ആക്ട് ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അത് നിലവിൽ വന്നിട്ടുള്ളത് സെപ്റ്റംബർ 1-ാം തീയതി 1872 സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. അത് ഇന്ത്യയിലെ എല്ലാ കോൺട്രാക്റ്റുകൾക്കും ഈ നിയമം ബാധകമാണ്. അപ്പൊ നമ്മൾ എല്ലാത്തിനും പറഞ്ഞൊരു ടേം ഉണ്ട്, കോൺട്രാക്ട് കോൺട്രാക്ട് കോൺട്രാക്ട്. എന്താണ് ഈ കോൺട്രാക്ട്? അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, ഉറപ്പാണ്. 2 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഡിഫൈൻ കോൺട്രാക്ട്, ഷുവർ ആയിട്ട് ചോദിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ an agreement between 2 or more parties, 2 അതിലധികമോ ആളുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം, ഞാൻ എൻ്റെ കാറ് വിൽക്കുകയാണ്, ഞാൻ മിസ്റ്റർ എക്ക് എൻ്റെ കാറ് വിൽക്കുകയാണ്. അപ്പൊ ഞാനും എയും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. എന്താ എഗ്രിമെന്റ് പറയുന്നത്? എൻ്റെ കാറ് 2 ലക്ഷം രൂപയ്ക്ക് എക്ക് വിൽക്കുന്നു. പറയണം, ഓക്കെ 2 ലക്ഷം രൂപക്ക് നിന്റെ കാർ ഞാൻ വാങ്ങിക്കാം. അപ്പൊ ഞാനും എയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് അല്ലെ,
അവിടെ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്? ആ കാറ് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്താണ്? അതൊരു കോൺട്രാക്ട് ആണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് അഗ്രിമെന്റ് എന്ന് ചോദിച്ചാൽ, സോറി, എന്താണ് കോൺട്രാക്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഇറ്റ് ഇസ് എ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ്. രണ്ടോ അതിലധികം ആളുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയണം, ടു ഡു ഓർ നോട്ട് ഡു സംതിങ്. ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഞാൻ കാറ് വിൽക്കാണ് അല്ലെ, അതൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്ട് ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ഉണ്ടാക്കുന്ന എഗ്രിമെന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഇല്ല, ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം, ഫോർ എ കൺസിഡറേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാറ് വിൽക്കുന്നുണ്ട് മിസ്റ്റർ എക്ക് 2 ലക്ഷം രൂപ. ഇവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആ 2 ലക്ഷമാണ് അല്ലെ. വിൽക്കണോണ്ട് എനിക്ക് എന്ത് കിട്ടും? 2 ലക്ഷം രൂപ കിട്ടും. ആ എക്ക് എന്താവും? ആ 2 ലക്ഷം അവന്റെ കയ്യിൽ നിന്ന് പോകും. ആ എമൗണ്ടിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഈസ് കോൺട്രാക്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇറ്റ് ഈസ് എ എഗ്രിമെന്റ്. ഇതൊരു എഗ്രിമെന്റ് ആണ് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ്. രണ്ടാമത് നിങ്ങൾ പറയേണ്ടത് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. ഒന്ന് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ടാണ് അവർ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. അതിനെന്താ അവർക്ക് കിട്ടുക? ഫോർ എ കൺസിഡറേഷൻ, ഒരു പേയ്മെന്റ് അല്ലെ. ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടി രണ്ടാളുകൾ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റിനെയാണ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ വാട്ട് ഈസ് കോൺട്രാക്ട് എന്നുള്ളത് ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണ്. ഓക്കെ ആണോ? കോൺട്രാക്ട് എന്താണെന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ, 2 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യും. യെസ്, ഓക്കെ ആണല്ലേ. ഇനി എക്സാമ്പിൾ, കോൺട്രാക്റ്റിന് കുറച്ച് എക്സാമ്പിൾ നോക്കിയേ. ഒന്ന്, ഹാരിങ് ആൻ ഓട്ടോ. നമ്മളൊരു ഓട്ടോയിൽ കയറി അല്ലെ, എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയാൽ അവർക്ക് അതിന്റെ പൈസ കൊടുക്കേണ്ടി വരും. അതൊരു കോൺട്രാക്റ്റാ. നമ്മൾ അഗ്രിമെന്റ് എഴുതുന്നൊന്നുമില്ല, പക്ഷെ അതൊരു കോൺട്രാക്റ്റിന്റെ ഭാഗമാണ്. ഈറ്റിംഗ് അറ്റ് എ റെസ്റ്റോറന്റ്, നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് അടിച്ച് സ്വാഭാവികം എന്ത് ചെയ്യേണ്ടി വരും? ക്യാഷ് കൊടുക്കേണ്ടി വരും. അതൊരു കോൺട്രാക്റ്റ് ആണ്. ബോറോയിങ് ബുക്ക് ഫ്രം ലൈബ്രറി, ഇപ്പൊ നമ്മൾ കോളേജ് ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു അല്ലെ, അതൊരു കോൺട്രാക്റ്റ് ആണ്. ഇന്ന ദിവസത്തിനുള്ളിൽ അത് തിരിച്ചടക്കണം, അവിടെ ഒരു കോൺട്രാക്ട് വരുന്നുണ്ട്. ബൈങ് റോ മെറ്റീരിയൽസ്, ഒരു ബിസിനസ്സിൽ റോ മെറ്റീരിയൽ വാങ്ങി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി, ഇതൊക്കെ എന്താണ്? ഒരു കോൺട്രാക്റ്റിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താണ്? സത്യത്തിൽ കോൺട്രാക്റ്റ് ആണ് അല്ലെ. നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ, ഇപ്പോൾ ബസ്സിൽ കയറുന്നതും ട്രെയിനിൽ കയറുന്നതും ഓട്ടോയിൽ കയറുന്നതും ഒക്കെ എന്താണ്? ഒരു കോൺട്രാക്റ്റിന്റെ ഭാഗമാണ്. കാരണം അവിടെ ഒക്കെ എന്തുണ്ട്? ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എഗ്രിമെന്റ് നിങ്ങൾ എഴുതി ഉണ്ടാക്കൊന്നും വേണ്ട കേട്ടോ, വാക്കാലുള്ള ഒരു എഗ്രിമെന്റ് മതി. പിന്നെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, പിന്നെ അതിലൊക്കെ ഒരു കൺസിഡറേഷൻ ഇല്ലേ. ഓട്ടോ കയറിയാലും ബസ് കയറിയാലൊക്കെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, അതാണ് അതിന്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ കോൺട്രാക്ടിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്, കോൺട്രാക്ട് എന്നാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പറയാം. കോൺട്രാക്ട് എന്നാൽ എഗ്രിമെന്റ് ആൻഡ് എൻഫോഴ്സബിലിറ്റി ബൈ ലോ. ഈ 2 ടേം നല്ലോണം മനസ്സിലാക്കണം. ഒന്ന് നമ്മൾ പറഞ്ഞ എഗ്രിമെന്റ് ആണ് അല്ലെ. എഗ്രിമെന്റ് ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ എഗ്രിമെന്റ് എന്താണെന്ന് പറയാണ്, എ പ്രോമിസ് ഓർ എ സെറ്റ് ഓഫ് പ്രോമിസസ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. ഞാൻ പറയാണ്, എന്റെ കാറ് 1 ലക്ഷം രൂപക്ക് നിനക്ക് വിൽക്കാണ്, അതിന്റെ പ്രോമിസ് ആണ് അല്ലെ. അതാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അത് വാക്കാലാവാം, എഴുതിയിട്ടാവാം, രണ്ടാവാം. എഴുതിയിട്ട് തന്നെ ആവണമെന്ന് ഒരു നിയമവും ഇല്ല. സാധാരണ ഇപ്പൊ നമ്മള് കാറും ഇതൊക്കെ വിൽക്കുമ്പോൾ വാക്കാലുള്ള അഗ്രിമെന്റ് ഉണ്ടാവുള്ളൂ അല്ലെ, ഓറലേ ഉണ്ടാവുള്ളൂ, റിട്ടേൺ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഒരു പ്രോമിസിനെയാണ്, പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം അല്ലെ. എന്റെ കാർ ഞാൻ നിങ്ങൾക്ക് വിൽക്കാണ് 2 ലക്ഷം രൂപക്ക്, അതൊരു എഗ്രിമെന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ കയറിയാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുന്നുണ്ട്. എന്ത്? ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കണം എന്നുള്ള ഒരു എഗ്രിമെന്റ് അവിടെ നമ്മൾ ആരും അങ്ങോട്ടൊന്നും പറയൊന്നുമില്ല, പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോമിസ്, ഓക്കെ, ബിറ്റ്വീൻ 2 പാർട്ടീസ്. രണ്ടാളുകൾ തമ്മിലുള്ള ഒരു പ്രോമിസിനെയാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഒരു പാർട്ടി എന്ത് ചെയ്യും? പ്രോമിസ് കൊടുക്കും, മറ്റേ പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യും. രണ്ടും അത് ഇവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ പറയാണ്, എന്റെ കാറ് 2 ലക്ഷത്തിന് നിനക്ക് വിൽക്കുന്നു, ഞാൻ കൊടുക്കുന്ന പ്രോമിസ് ആണ് 2 ലക്ഷത്തിന്റെ കാറ് വിൽക്കുക എന്നുള്ളത്. എന്റെ അതർ പാർട്ടി മിസ്റ്റർ എ പറയാണ്, ഓക്കെ 2 ലക്ഷത്തിന് വാങ്ങാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അവിടെ എന്തുണ്ടായി? പ്രോമിസും ഉണ്ടായി, മറ്റേ ഭാഗത്ത് നിന്ന് അക്സെപ്റ്റൻസ് ഉണ്ടായി. അപ്പൊ അതെന്തായി? എഗ്രിമെന്റ് ആയിട്ട് മാറി. അപ്പൊ എഗ്രിമെന്റ് എന്താ നമ്മൾ പറഞ്ഞ്, ഒരു പ്രോമിസും ഒരു അക്സെപ്റ്റൻസും ഉള്ള ഒരു കാര്യത്തെയാണ് എഗ്രിമെന്റ് എന്ന് പറയാം. ഇനി ഇത് നല്ലോണം മനസ്സിലാക്കി. എൻഫോഴ്സബിലിറ്റി ബൈ ലോ, നിയമപ്രകാരം സാധുതയുള്ളത്. ഒരു ഉദാഹരണം, ഞാനും ഒരു മിസ്റ്റർ എ അല്ലെ, ഞാനും രാജു തമ്മില്, അപ്പൊ ഞാനും രാജു തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാണ്. എന്താണ്? കഞ്ചാവ് കച്ചവടത്തിന് വേണ്ടിയിട്ട്, കഞ്ചാവ് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി. എഗ്രിമെന്റ് കറക്റ്റാ,
അല്ലെ? ഞാൻ പറഞ്ഞു ഒരു 10 കിലോ കഞ്ചാവ് ഒരു 10,000 രൂപക്ക് നിൽക്കാൻ വിൽക്കുകയാണ്. അവനത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ സർ, സമ്മതിച്ചു, ഞാൻ 10,000 രൂപ തരാം, ഈ കഞ്ചാവ് കൊടു തന്നാൽ മതി. ഇവിടെ എഗ്രിമെന്റ് ഉണ്ട്, പക്ഷെ എന്തില്ല അറിയോ? എൻഫോഴ്സബിലിറ്റി ബൈ ലോ. നിയമത്തിന്റെ കീഴില് അതിന് ഒരു സാധുതല്ല, നിയമത്തിന്റെ സാധുത അതിനില്ല. കാരണം കഞ്ചാവ് കൃഷി എന്നുള്ളത് ഇന്ത്യയിൽ നിരോധിച്ചതാണ്. അപ്പൊ അവിടെ അതെന്താവില്ല? കോൺട്രാക്ട് ആവില്ല. കോൺട്രാക്ട് ആണ് ഈ രണ്ട് കാര്യമാണ്, എഗ്രിമെന്റും വേണം, അതോടൊപ്പം തന്നെ അതിന് നിയമത്തിന്റെ സാധുതയും ഉണ്ടാവണം. രണ്ടും വേണം. രണ്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കുള്ളൂ. അല്ലെ? ഇപ്പൊ ഞാനും രാമും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കണം. എന്ത്? ഒരുത്തനെ തട്ടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ എടുക്കുകയാണ്. ഞങ്ങളെ പ്ലാൻ എന്താ? ഒരുത്തനെ പോയിട്ട് തട്ടണം, അല്ലെങ്കിൽ അവന്റെ കൈ വെട്ടണം. അതാണ് ഞങ്ങളുടെ കൊട്ടേഷൻ. അല്ലെ? അതെന്തല്ല? കോൺട്രാക്ട് അല്ല. കാരണം എന്താ? അവിടെ എന്തുണ്ട്? എഗ്രിമെന്റ് ഉണ്ട്, ശരിയാണ്. ഞാനും രാമും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല? അത് നിയമപ്രകാരം പറ്റുന്ന കാര്യമല്ല. ഒരാളെ തട്ടുക അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കുക എന്നുള്ളത് നിയമത്തിന്റെ കീഴിൽ ഒരിക്കലും നമുക്ക് അനുവദിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എന്തല്ല? അവിടെ എഗ്രിമെന്റ് ഉണ്ട്, എൻഫോഴ്സബിലിറ്റി ബൈ ലോ ഇല്ല. അതുകൊണ്ട് അതെന്തല്ല? കോൺട്രാക്ട് അല്ല. ഓക്കെ. ഇനി ഞാൻ വേറെ ഒരാൾ നമ്മൾ ഒരു ഡ്രഗ്സ് ബിസിനസിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണ കടത്തിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കാണ്. അല്ലെ? അപ്പോൾ വേറെ രാജ്യത്ത് നിന്ന് സ്വർണം കടത്താൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കാണ്. അവിടെ എന്തുണ്ട്? എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എന്തില്ല? എൻഫോഴ്സബിലിറ്റി ബൈ ലോ അല്ല, നിയമത്തിന്റെ സാധുത അവിടെ ഇല്ല. അതുകൊണ്ട് അത് എന്തല്ല? കോൺട്രാക്ട് അല്ല. അപ്പൊ കോൺട്രാക്ട് ആണെങ്കിൽ രണ്ട് എലമെന്റ് നിർബന്ധമാണ്. ഒന്ന് എഗ്രിമെന്റ് എന്തായാലും വേണം, രണ്ടെന്ത് വേണം? നിയമത്തിന്റെ സാധുതയും അവിടെ ഉണ്ടാവണം, എൻഫോഴ്സബിലിറ്റി ബൈ ലോയും അവിടെ ഉണ്ടാവണം. ഇത് രണ്ടും ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഈ താഴെ കൊടുത്തൊരു കോട്ട് നോക്കിയേ. ചിലപ്പോൾ ഈ ഒരു കോട്ട് തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓൾ കോൺട്രാക്ട് ആർ എഗ്രിമെന്റ്. എല്ലാ കോൺട്രാക്റ്റിലും എന്ത് ഉണ്ടാവണം? എഗ്രിമെന്റ് ഉണ്ടാവണം. അതിലാരും കൺഫ്യൂഷൻ ഒന്നുമില്ല. എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടാവും? എഗ്രിമെന്റ് ഉണ്ടാവും. പക്ഷേ നോട്ട് ഓൾ എഗ്രിമെന്റ് ആർ കോൺട്രാക്ട്. എല്ലാ എഗ്രിമെന്റും എന്തല്ല? കോൺട്രാക്ട് അല്ല. എന്താ പറഞ്ഞ? എഗ്രിമെന്റ് ഒക്കെ കോൺട്രാക്ട് അല്ല. അപ്പൊ ഞാനും രാമും തമ്മിൽ കഞ്ചാവ് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി. അത് എഗ്രിമെന്റ് ആണ്, കോൺട്രാക്ട് അല്ല. അല്ല, എന്താ കോൺട്രാക്ട് അല്ലാത്തത്? എന്റെ ചോദ്യം കേട്ടോ, ഞാനും രാമും തമ്മിൽ കഞ്ചാവ് വിൽപ്പനക്ക് വേണ്ടിയിട്ട് എന്തുണ്ടായി? ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ഇത്ര കിലോ കഞ്ചാവ് നിനക്ക് തരാം. രാമത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ നിനക്ക് പൈസയും തരാം. ഇത് ഞങ്ങൾ തമ്മിലുള്ള എന്തുണ്ട്? എഗ്രിമെന്റ് ആണ്. പക്ഷെ ഇത് എന്തുകൊണ്ട് കോൺട്രാക്ട് ആവുന്നില്ല? അവിടെ എന്തില്ല? എൻഫോഴ്സബിലിറ്റി ബൈ ലോ എന്നുള്ള ഒരു കണ്ടന്റ് വരുന്നില്ല. കാരണം ഞങ്ങളുടെ കച്ചവടം എന്താ? കഞ്ചാവാണ്. അത് നിയമത്തിന്റെ കീഴിൽ വരുന്നതല്ല, നിയമം നിരോധിച്ചൊരു കാര്യമാണ്. അപ്പൊ അവിടെ എന്തുണ്ട്? എഗ്രിമെന്റ് ഉണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എന്തില്ല? എൻഫോഴ്സബിലിറ്റി ബൈ ലോ ഇല്ല. അതുകൊണ്ട് അതെന്തല്ല? കോൺട്രാക്ട് ഇല്ല. അപ്പൊ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കേ, എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആണ്, അല്ലെങ്കിൽ എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടാവും? എഗ്രിമെന്റ് ഉണ്ടാവും. പക്ഷേ നോട്ട് ഓൾ എഗ്രിമെന്റ് ആർ കോൺട്രാക്ട്. എല്ലാ അഗ്രിമെന്റ് എന്തല്ല? കോൺട്രാക്ട് ആയിട്ട് മാറില്ല. കാരണം എഗ്രിമെന്റ് മാത്രം പോരാ, അതിൽ എന്തും കൂടെ വേണം, എൻഫോഴ്സബിലിറ്റി ബൈ ലോവും കൂടെ ഉണ്ടായാലേ അതെന്തായിട്ട് മാറുള്ളൂ? കോൺട്രാക്ട് ആയിട്ട് മാറുള്ളൂ. ഒന്നും കൂടെ പറയാണ്, എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടാവും? എഗ്രിമെന്റ് ഉണ്ടാവും. ഓക്കെ, സമ്മതിച്ചു. എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടാവും? എഗ്രിമെന്റ് ഉണ്ടാവും. പക്ഷെ അത് കോൺട്രാക്ട് ആവണമെങ്കിൽ എഗ്രിമെന്റ് മാത്രം പോരാ, എന്തും കൂടെ വേണം, എൻഫോഴ്സബിലിറ്റി ബൈ ലോയും കൂടെ വേണം, നിയമത്തിന്റെ സാധുതയും അവിടെ ഉണ്ടാവണം. ക്ലിയർ ആണോ? ഈ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആണോ? കോൺട്രാക്ട് ഇസ് ഈക്വൽ ടു എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സബിലിറ്റി ബൈ ലോ. റെഡി ആണോ? അപ്പോൾ വാട്ട് ഈസ് കോൺട്രാക്ട് എന്ന് എക്സാം ചോദിച്ചാൽ ഞങ്ങൾ പറയേണ്ടത് ഇതാണ് കേട്ടോ, എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സബിലിറ്റി ബൈ ലോ. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണെങ്കിൽ ഓക്കെ ആണോ? ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ ആണോ? റെഡി ആണ് അല്ലേ? യെസ്, ഓക്കെ. അനിഹാല, റിൻഷ, ഓക്കെ, റെഡി. എന്നാല് അടുത്തൊരു ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഗ്രിമെന്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? എഗ്രിമെന്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. എഗ്രിമെന്റ് ശരിക്കും ശ്രദ്ധിക്കും കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. എഗ്രിമെന്റ് നമ്മൾ പറഞ്ഞു ഓഫർ ഉണ്ടാവും, അക്സെപ്റ്റൻസ് ഉണ്ടാവും അല്ലെ? ഞാന് രാമുവിന് എന്റെ കാറ് വിൽക്കുകയാണ്. ഞാൻ ഓഫർ കൊടുത്തു, എന്ത്? 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്റെ കാറ് വിൽക്കുന്നു. അത് ഓഫറാണ്. രാമു പറഞ്ഞു ഓക്കെ, 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ അത് വാങ്ങിക്കാം. അത് അക്സെപ്റ്റൻസ് ആയി. അപ്പൊ ഓഫറും അക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ അതെന്തായി? എഗ്രിമെന്റ് ആയി. എന്നാൽ കോൺട്രാക്റ്റിന് എന്തല്ല? ഓഫർ അക്സെപ്റ്റൻസ് എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു. എഗ്രിമെന്റും ഉണ്ടാവണം, പോരാ
ലീഗൽ ഒബ്ലിഗേഷൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എൻഫോഴ്സബിലിറ്റി ബൈ ലോ അല്ലെ, എൻഫോഴ്സബിലിറ്റി ബൈ ലോ. ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറുള്ളൂ? കോൺട്രാക്ട് ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഒന്നുകൂടെ പറയാണ്, എഗ്രിമെന്റ് ശരിയാണെങ്കിൽ എന്ത് വേണം? ഒരാൾ ഓഫർ പറയണം അല്ലെ, ഓഫർ അല്ലെങ്കിൽ പ്രോമിസ്, മറ്റേ എന്ത് ചെയ്യണം? അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ എന്തായിട്ട് മാറി? എഗ്രിമെന്റ് ആയിട്ട് മാറി. പ്ലസ് എന്തും കൂടെ വേണം, എൻഫോഴ്സബിലിറ്റി ബൈ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, എഗ്രിമെന്റ് മേ ഓർ മേ നോട്ട് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. എഗ്രിമെന്റിൽ എന്തുണ്ടാവണമെന്നില്ല? ലീഗൽ ഒബ്ലിഗേഷൻ അഥവാ എൻഫോഴ്സബിലിറ്റി ബൈ ലോ ഉണ്ടാവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ കഞ്ചാവിന്റെ എഗ്രിമെന്റ് ഉണ്ടാക്കാം അല്ലെ, കഞ്ചാവ് ഡീലിങ്സിന് വേണ്ടിയിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കാം. അവിടെ എന്ത് കിട്ടൂല? ലീഗൽ ഒബ്ലിഗേഷൻ കിട്ടൂല, അഥവാ എൻഫോഴ്സബിലിറ്റി ബൈ ലോ ഉണ്ടാവൂല. എഗ്രിമെന്റ് ഒക്കെ ഓക്കെയാണ്, ഓക്കെ സമ്മതിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ സ്വർണ്ണം കടത്താൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കാം, എഗ്രിമെന്റ് റെഡിയാണ്. എഗ്രിമെന്റ് എന്തുണ്ട്? ഓഫർ ഉണ്ട് അല്ലെ, അക്സെപ്റ്റൻസ് ഉണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ എന്തുണ്ടാവില്ല? ലീഗൽ ഒബ്ലിഗേഷൻ ഇവിടെ ഉണ്ടാവില്ല, എൻഫോഴ്സബിലിറ്റി ബൈ ലോ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ എഗ്രിമെന്റിന്റെ കേസിൽ ലീഗൽ എൻഫോഴ്സബിലിറ്റി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ കോൺട്രാക്റ്റിൽ എന്തുണ്ട്? നിർബന്ധമായിട്ട് എന്തുണ്ടാവണം? എൻഫോഴ്സബിലിറ്റി ബൈ ലോ ഉണ്ടാവണം, നിയമത്തിന്റെ സാധുത ഉണ്ടാവണം. അങ്ങനത്തെ നമ്മൾ കോൺട്രാക്ട് എന്ന് വിളിക്കുള്ളൂ. അപ്പൊ അതാ കോൺട്രാക്ടിന്റെ കേസിൽ ലീഗൽ ഒബ്ലിഗേഷൻ എന്താണ്? മസ്റ്റ് ആണ്, ഷുവർ ആണ്, ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാലേ അതിന് നമ്മൾ കോൺട്രാക്ട് എന്ന് വിളിക്കുള്ളൂ. ദെൻ തേർഡ് പോയിന്റ് നോക്കിയേ, എവരി അഗ്രിമെന്റ് നീഡ് നോട്ട് നെസസറി ടു ബി എ കോൺട്രാക്ട്. എല്ലാ അഗ്രിമെന്റും എന്താവണമെന്നില്ല? കോൺട്രാക്ട് ആണെന്നില്ല അല്ലെ, എല്ലാ അഗ്രിമെന്റും കോൺട്രാക്ട് ആവണമെന്നില്ല. എന്നാൽ എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടാവും? എഗ്രിമെന്റ് ഉണ്ടാവും ഇല്ലേ? ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയില്ല, നമ്മളെ ഒരു കോട്ട് പറഞ്ഞ സാധനമാണ്. എല്ലാ എഗ്രിമെന്റും എന്താവൂല? കോൺട്രാക്ട് ആവൂല. കോൺട്രാക്ട് ആണെങ്കിൽ എഗ്രിമെന്റ് മാത്രം പോരാ, എന്തും കൂടെ വേണം? എൻഫോഴ്സബിലിറ്റി ബൈ ലോയും കൂടെ വേണം. എന്നാൽ എല്ലാ കോൺട്രാക്റ്റിനും എന്ത് നിർബന്ധമാണ്? എഗ്രിമെന്റ് നിർബന്ധമാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ്, ബൈൻഡിങ്. എഗ്രിമെന്റ് ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ കൺസേൺഡ് പാർട്ടി. എഗ്രിമെന്റിൽ കൺസേൺഡ് പാർട്ടീസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടാവണം? എഗ്രിമെന്റ്, കൃത്യമായുള്ള എഗ്രിമെന്റ് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ പറയുന്നത് എഗ്രിമെന്റിന്റെ കേസിൽ കൺസേൺഡ് പാർട്ടീസ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ കോൺട്രാക്റ്റിൽ എന്തുണ്ടാവണം? എഗ്രിമെന്റ് നിർബന്ധമായിട്ടുണ്ടാവണം. ഇതാണ് എഗ്രിമെന്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. നല്ല രസമാണ് ഇത്, നമുക്ക് ഇങ്ങനെ രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനമാണ്. ശരിക്കും ശ്രദ്ധിക്കട്ടോ, ഇതൊക്കെ ഓരോന്നും നിങ്ങൾ എഴുതിയിട്ട് അതിൽ ഞാൻ ജസ്റ്റ് അതെന്താന്ന് പറയും, ആ ഒരു പോയിന്റ് മാത്രം പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. ഓക്കെ, 3 രൂപത്തിൽ നമ്മൾ കോൺട്രാക്ടിനെ തരംതിരിച്ചിട്ടുണ്ട്. എന്റെ വോയിസ് സ്ക്രീൻ ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണ്. വോയിസ് സ്ക്രീൻ രണ്ടും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, റെഡി റെഡി റെഡി. യെസ് യെസ്. എന്നാ നോക്കിയേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ടിനെ നമുക്ക് 3 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഓൺ ദ ബേസ് ഓഫ് വാലിഡിറ്റി. 2, ഓൺ ദ ബേസ് ഓഫ് ഫോർമേഷൻ. 3, ഓൺ ദ ബേസ് ഓഫ് പെർഫോമൻസ്. ഇങ്ങനെ 3 രൂപത്തിൽ നമുക്ക് കോൺട്രാക്ടിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ വാലിഡിറ്റി, സെക്കൻഡ് വൺ ഫോർമേഷൻ, തേർഡ് വൺ പെർഫോമൻസ്. വാലിഡിറ്റിയിൽ തന്നെ വീണ്ടും ഒരു 5 കോൺട്രാക്ട് വരും. ഒന്ന് വാലിഡ് കോൺട്രാക്ട്, 2 വോയിഡ് കോൺട്രാക്ട്, 3 ഇത് വോയിഡബിൾ എന്നാട്ടോ, വോയിഡബിൾ എന്നാണ്. മൂന്നാമത്തത് വോയിഡബിൾ കോൺട്രാക്ട്, 4 ഇല്ലീഗൽ കോൺട്രാക്ട്, 5 അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട്. ഇനി ഓൺ ദ ബേസ് ഓഫ് ഫോർമേഷനിൽ 1 എക്സ്പ്രസ് കോൺട്രാക്ട്, 2 ഇംപ്ലൈഡ് കോൺട്രാക്ട്, 3 ക്വാസി കോൺട്രാക്ട്, 4 ടാക്സിറ്റ് കോൺട്രാക്ട്. ദെൻ പെർഫോമൻസിൽ 1 എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്ട്, യൂണിലാറ്ററൽ കോൺട്രാക്ട്, ബൈലാറ്ററൽ കോൺട്രാക്ട്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ എന്തൊക്കെയോ സംഭവമായിട്ട് തോന്നും, പക്ഷെ അതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നോക്കിയേ, ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ഇത് നിങ്ങൾ ഓരോന്നും എഴുതണം കേട്ടോ, എൻ്റെ ഒപ്പം തന്നെ എഴുതണം. എന്നിട്ട് ഞാൻ പറയുന്ന പോയിന്റ് മാത്രം അതിൽ എഴുതി വെക്കണം കേട്ടോ. ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി, വാലിഡിറ്റി ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് വാലിഡ് കോൺട്രാക്ട്. വാലിഡ് പറഞ്ഞാൽ നിയമപ്രകാരം സാധുത ഉള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചൊരു ടേം ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ അതിന്റെ നേരെ എഴുതിയേക്കേണ്ടത്. എൻഫോഴ്സബിൾ ബൈ ലോ. നിയമപ്രകാരം സാധുതയുള്ള കോൺട്രാക്റ്റിനെയാണ് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ നിയമപ്രകാരം സാധുത ഇല്ലാത്തതാവുക, നേരത്തെ പറഞ്ഞ കുറെ എക്സാമ്പിൾ ഉണ്ടല്ലോ അല്ലെ. അൺഎത്തിക്കലായിട്ട് ചെയ്യുന്ന കോൺട്രാക്ട് ഒന്നും നിയമപ്രകാരം സാധുത ഇല്ല. വേറൊന്ന് ഞാൻ പറയാണ്, ഒരു മൈനർ അഥവാ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടിയായിട്ട് ഞാനൊരു കോൺട്രാക്ട് ഉണ്ടാക്കി, അതെന്തല്ല? വാലിഡ് അല്ല, നിയമപ്രകാരം സാധുത ഇല്ല. കാരണം കുട്ടികളുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ അത് നിയമത്തിന്റെ കീഴിൽ വരൂല.
ഓക്കെ, അതാണ് നമ്മുടെ റൂള്. അപ്പോൾ വാലിഡ് കോൺട്രാക്ട് ആണ് അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരേ ഒരു കാര്യം ഇതാണ്, എൻഫോഴ്സബിൾ ബൈ ലോ അഥവാ നിയമപ്രകാരം സാധുതയുള്ള കോൺട്രാക്റ്റുകൾ. നോക്കിയേ, ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു മോർ പാർട്ടീസ്, അതിലധികമോ ആളുകൾ തമ്മിലുള്ള ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഫോഴ്സബിൾ ബൈ ലോ നിയമത്തിന്റെ കീഴിൽ സാധുതയുള്ള കോൺട്രാക്റ്റുകളെയാണ് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വോയിഡ് കോൺട്രാക്ട്. അപ്പൊ ഇവിടെ എന്തുണ്ടാവില്ല, എൻഫോഴ്സബിലിറ്റി ബൈ ലോ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതിൽ എഴുതിയേക്കേണ്ട ടേം ഇതാണ്, നോ, അങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ, നോ എൻഫോഴ്സബിൾ ബൈ ലോ, അത്ര എഴുതിയാൽ മതി. നോ എൻഫോഴ്സബിൾ ബൈ ലോ, നിയമത്തിന്റെ സാധുത ഇല്ലാത്ത കോൺട്രാക്റ്റുകളെയാണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുക. അപ്പൊ വാലിഡിന്റെ ഓപ്പോസിറ്റ് ആണ് വോയിഡ് കേട്ടോ, വോയിഡ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു മൈനർ അല്ലെ, അഥവാ രണ്ട് കുട്ടികൾ തമ്മിലുള്ള കോൺട്രാക്ട്, അത് നിയമത്തിന് സാധുത കിട്ടില്ല, കാരണം അത് ഇന്ത്യയിൽ പാടില്ല. പിന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഞ്ചാവിന്റെ അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ പിന്നെ ഒരാളെ തട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടൊക്കെ കോൺട്രാക്ട് ഉണ്ടാക്കി, അതിനൊന്നും എന്ത് കിട്ടൂല, നിയമത്തിന്റെ സാധുത കിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള നിയമത്തിൽ ലീഗൽ സാധുത ഇല്ലാത്ത കോൺട്രാക്റ്റുകളെയാണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ വാലിഡ് ആണ് എന്താണ്, എൻഫോഴ്സബിൾ ബൈ ലോ, നിയമസാധുത ഉള്ള കോൺട്രാക്റ്റുകൾ. വോയിഡ് ആണ് എന്താണ്, നിയമസാധുത ഇല്ലാത്ത കോൺട്രാക്റ്റുകൾ. മൂന്നാമത്തത്, ഇത് നല്ലോണം ശ്രദ്ധിക്കണേ, വോയിഡബിൾ കോൺട്രാക്ട്. അതായത് ഒരു പാർട്ടിക്ക് ഇത് എന്ത് ചെയ്യാം, ഒരാൾക്ക് കോൺട്രാക്ട് ഉള്ള ഒരു പാർട്ടിക്ക് ഇത് വേണമെങ്കിൽ വാലിഡ് ആക്കാം അല്ലെങ്കിൽ വോയിഡ് ആക്കാം. വാലിഡ് ആക്കാം, വാലിഡ് ആണ് ഓക്കെ റെഡി ആയത്, അല്ലെങ്കിൽ വോയിഡ് ആക്കാം. മനസ്സിലായിട്ടുണ്ടാവില്ല, കറക്റ്റ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻഫോഴ്സബിൾ ബൈ ലോ എന്നുള്ളത്, ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അതെന്തല്ല, വാലിഡ് അല്ല. എങ്ങനെ, ഇപ്പോ ഞാൻ എന്റെ കാറ് വിൽക്കുകയാണെന്ന് പറഞ്ഞു 2 ലക്ഷം രൂപക്ക്, ഞാൻ എന്ത് ചെയ്തു, ഒരാളെ വാങ്ങാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തി, ഒരു കൊട്ടേഷനൊക്കെ ഏൽപ്പിച്ച് അയാളെ ഭീഷണിപ്പെടുത്തി, അയാളെ കഴുത്തിന് കത്തിയൊക്കെ ചൂണ്ടിയിട്ടാണ് അയാളെ കൊണ്ട് ആ കാറ് വാങ്ങിപ്പിച്ചത്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, മനസ്സില്ലാ മനസ്സോടെ ആ ഭീഷണിക്ക് വഴങ്ങിയിട്ട് 2 ലക്ഷം രൂപ തന്ന് കാറ് കൊണ്ടുപോയി. പിന്നീട് അതറിയാണ്, പിന്നീട് നമ്മളെ നിയമത്തിന് മുന്നിൽ മനസ്സിലാവാണ് ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്, പിന്നീട് അറിയാണ്. അപ്പോ അയാള് ഏത് മിസ്റ്റർ എ എന്ന് പറയുന്ന ആളുണ്ടല്ലോ അല്ലെ, ഞാൻ കാറ് വിറ്റ ആള്, അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ അയാൾ ആ കോൺട്രാക്റ്റിലേക്ക് വന്നത്, അയാൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് കേസൊക്കെ തെളിഞ്ഞു, ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് തെളിഞ്ഞു, അത് ഓക്കെ ആയി. അയാൾക്ക് ഇനി 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ആ കാർ എനിക്ക് തന്നെ തിരിച്ചു തരാം, കാരണം ആ കോൺട്രാക്ട് വാലിഡ് അല്ല, അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അയാൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്, അതുകൊണ്ട് ആ കോൺട്രാക്ട് വാലിഡ് അല്ല. അയാൾക്ക് എന്ത് ചെയ്യാം, ആ കാർ എനിക്ക് തിരിച്ചു തരാം. തിരിച്ചു തന്നാൽ ഞാൻ എന്ത് ചെയ്യണം, ആ കാറിന്റെ പൈസയും കൊടുക്കണം, പിന്നെ അയാൾക്ക് മറ്റെന്തെങ്കിലും നഷ്ടപരിഹാരം അതും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, സംഭവം ശരിയാണ്, ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ തന്നെയാണ് കാർ വാങ്ങിച്ചത്, പക്ഷെ ഈ കാർ അടിപൊളി കാറാണ്, 2 ലക്ഷത്തിനുള്ള മുതലൊക്കെ ഇതുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ഓക്കെ ഞാൻ സമ്മതിച്ചു, കുഴപ്പമൊന്നുമില്ല, ഭീഷണിപ്പെടുത്തിയതാണെങ്കിൽ പോലും ഞാനിത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇയാളുടെ, ഇപ്പൊ മിസ്റ്റർ എ, ഇയാൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇത് എന്ത് ചെയ്യാം, വാലിഡ് ആക്കാം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യാം, വോയിഡ് ആക്കാം. അത് അയാളുടെ ഓപ്ഷനാണ്. സത്യത്തിൽ ഈ കോൺട്രാക്ട് എന്ത് തന്നെയാണ്, വോയിഡ് തന്നെയാണ്, വോയിഡ് ആണ്. കാരണം അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കോൺട്രാക്റ്റിൽ അയാളെ കൊണ്ടുവന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇത് വോയിഡ് ആണ്. വോയിഡ് ആണ് എന്താ, വാല്യൂ ഇല്ലാത്തതാണ്. പക്ഷെ അയാൾക്കൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ട് എന്തായി മാറി, വാലിഡ് ആയിട്ട് മാറി. അല്ല അയാൾ പറയാണ്, ഞാൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല, എനിക്ക് ഇതിനൊരു താല്പര്യമില്ല, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവര് കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അതെന്തായിട്ട് മാറും, വോയിഡ് ആയിട്ട് മാറും. അപ്പൊ ഇതിൽ പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, വൺ പാർട്ടി, ഈ കോൺട്രാക്റ്റിലുള്ള ആ സഫർ ചെയ്യുന്ന പാർട്ടിയിലെ ആ ഭീഷണിപ്പെടുത്തിയ ഒരാള്, അയാൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ആ കോൺട്രാക്റ്റിനെ വാലിഡ് ആക്കാം, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിനെ വോയിഡ് ആക്കാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള കോൺട്രാക്റ്റിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട്, വോയിഡ് അല്ല കേട്ടോ, വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, ഒരു വോയിഡബിൾ കോൺട്രാക്റ്റില് ഒരു പാർട്ടിക്ക് എന്തുണ്ട്, റൈറ്റ് ഉണ്ട്, എന്തിനുള്ള അവകാശമുണ്ട്, ഇത് ഒന്നെങ്കിൽ വാലിഡ് ആക്കാം അല്ലെങ്കിൽ വോയിഡ് ആക്കാം. ആ റൈറ്റ് ഉള്ള കോൺട്രാക്റ്റിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയാം. ഇതിൽ ഈ 3rd പോയിന്റ് നോക്കിയേ, വോയിഡബിൾ കോൺട്രാക്ട് ക്യാൻ എൻഫോഴ്സ്ഡ് ഇഫ് ദ പാർട്ടി, ഇത് ഏതാ പാർട്ടി, ആ അൺഡു ഇൻഫ്ലുവൻസ് അഥവാ ഭീഷണിക്ക് വഴങ്ങിയ പാർട്ടി അല്ലെ, ആ സഫർ ചെയ്യുന്ന പാർട്ടി, ആ ബുദ്ധിമുട്ടായ പാർട്ടി, അയാൾക്ക് ഓപ്ഷൻ ഉണ്ട് വിത്ത് ദ റൈറ്റ്, അയാൾക്ക് അവകാശം ഉണ്ട് എന്തിന്, ടു വോയിഡ്, ഒന്നെങ്കിൽ ആ കോൺട്രാക്ട് ഇല്ലായ്മ ചെയ്യുക, വോയിഡ് ആക്കാം,
അല്ലെങ്കിൽ നോട്ട് ടു, അല്ലെങ്കിൽ വാലിഡ് ആക്കാം. അങ്ങനെ വാലിഡ് ആക്കാനും വോയിഡ് ആക്കാനും ഓപ്ഷൻ ഉള്ള കോൺട്രാക്റ്റിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇത് കിട്ടിയോ? ഈ ഒരു സാധനം കിട്ടിയോ? വോയിഡബിൾ കിട്ടിയോ? ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, സംശയം ചോദിച്ചോളൂ കേട്ടോ. റെഡിയാണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്താന്ന്. ഓക്കെ ആണോ? ഓക്കെ ആണ് അല്ലേ? യെസ് യെസ് ഓക്കെ. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയാൻ എന്താണ്, ഒരു പാർട്ടിക്ക് ഇവിടെ അവകാശമുണ്ട് എന്ത്, അത് വാലിഡ് ആക്കാനും വോയിഡ് ആക്കാനും അവകാശമുണ്ട്. അങ്ങനെ അവകാശമുള്ള കോൺട്രാക്റ്റിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയാം. ഓക്കെ, ബാക്കിയുള്ള രജിസ്റ്റർ ടൈപ്പ് ചെയ്താണെങ്കിൽ ഓക്കെ ആണോ? അത് ഇവിടെ വേണം കേട്ടോ, ക്ലാസ്സിൽ വേണേ. റെഡിയാണോ? ഒന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ 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 റെഡി റെഡി റെഡി. ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയണം കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്കൊരു ക്ലാസ്സിൽ ഫീൽ കിട്ടുള്ളൂ. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് കോൺട്രാക്ട് എൻ്റർ ഇൻടു അണ്ടർ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. അത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു കേട്ടോ. ഒന്ന് വാലിഡ് കോൺട്രാക്ട്. വാലിഡ് എന്താ നമ്മൾ പഠിച്ച്? എൻഫോഴ്സബിൾ ബൈ ലോ, നിയമത്തിന്റെ കീഴിൽ സാധുത ഉള്ളത്. രണ്ട്, വോയിഡ് കോൺട്രാക്ട്. വോയിഡ് എന്താ പറഞ്ഞത്? നോ എൻഫോഴ്സബിൾ ബൈ ലോ, അല്ലെ, നിയമത്തിന്റെ കീഴിൽ സാധുത ഇല്ലാത്തത്. മൂന്നാമത്തെ പറഞ്ഞ വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്ട് ഒരു പാർട്ടിക്ക് ഓപ്ഷൻ ഉണ്ട്, അല്ലെ, റൈറ്റ് ഉണ്ട് എന്തിന്, അത് വാലിഡ് ആക്കാനും വോയിഡ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ കോൺട്രാക്റ്റിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയാം. ഇനി നാലാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ ഇല്ലീഗൽ കോൺട്രാക്ട് അഥവാ നിയമത്തിനെതിരെ ചെയ്യുന്ന കോൺട്രാക്ട്, അല്ലെ. നോക്കിയേ, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ടേം ഇതാണ്, ഇറ്റ് ഇൻവോൾവ്സ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു കഞ്ചാവ്, അല്ലെ, കഞ്ചാവ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോൺട്രാക്ട് ഉണ്ടാക്കണം, ഈ ഡ്രഗ്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കണം. ഇതൊക്കെ എന്താണ്? ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ്, അല്ലെ. അപ്പൊ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ മേലെ വരുന്ന കോൺട്രാക്റ്റിനെയാണ് ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ദെൻ അഞ്ചാമത്തത് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട്. അൺഎൻഫോഴ്സബിൾ, എൻഫോഴ്സബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. എൻഫോഴ്സബിൾ ബൈ ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് അൺഎൻഫോഴ്സബിൾ ആണ്. അപ്പൊ എൻഫോഴ്സബിലിറ്റി ഇല്ലാത്ത കോൺട്രാക്റ്റുകൾ, അതായത് ശ്രദ്ധിക്കേ, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം നിയമത്തിന്റെ കീഴിൽ സാധ്യത ഇല്ലാതെ ടെക്നിക്കൽ ഇഷ്യൂ, അതും ഇവിടെ അണ്ടർലൈൻ ചെയ്യണം. എന്താ ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞാൽ? ഒരു ഉദാഹരണം, നമ്മളൊരു കോൺട്രാക്റ്റിൽ ഒരു നിയമമാണ്, ഒരു ഒപ്പ് വെക്കണം, അല്ലെ, ആ രണ്ട് പാർട്ടീസും തമ്മിൽ ഒപ്പ് വെക്കണം. സപ്പോസ് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി അതിൽ ഒപ്പ് വെച്ചില്ല, അപ്പൊ സ്വാഭാവികമായിട്ട് ആ അഗ്രിമെന്റ് എന്താവില്ല? എൻഫോഴ്സബിൾ ആവില്ല. അതാണ് അൺഎൻഫോഴ്സബിൾ എന്നാണ്. കാരണം എന്താ? അവർ ചെയ്തത് ഇല്ലീഗൽ ഒന്നല്ല കേട്ടോ, കഞ്ചാവ് കൃഷി അല്ലെങ്കിൽ അങ്ങനത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റി ഒന്നല്ല, പക്ഷെ എന്ത് ചെയ്തില്ല? ടെക്നിക്കൽ ഇഷ്യൂ അവിടെ ഉണ്ടായി, അവരവിടെ ഒപ്പ് വെച്ചില്ല. അല്ലെങ്കിൽ ചിലപ്പോ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവിടെ സീൽ വെക്കേണ്ടി വരും, അല്ലെ, സീൽ വെക്കേണ്ടി വരും. അപ്പൊ സീൽ വെച്ചില്ല, അതുകൊണ്ട് എന്തായി? ആ കോൺട്രാക്ട് അൺഎൻഫോഴ്സിബിൾ ആയിട്ട് മാറി. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ഈ സ്ഥലക്കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് ഒക്കെ ആണെങ്കിൽ അവിടെ ഫീസ് അടക്കേണ്ടി വരും, ഗവൺമെന്റിലേക്ക് ഒരു രജിസ്ട്രേഷൻ ഫീസ് അടക്കേണ്ടി വരും. അപ്പൊ ഒരു ടീം സ്ഥലക്കച്ചവടം ചെയ്യാണ്, അവരെന്ത് ചെയ്തില്ല? ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ഫീസ് അടച്ചില്ല. സ്വാഭാവികമായിട്ടും അവരുടെ കോൺട്രാക്ട് ഉണ്ടാവും അൺഎൻഫോഴ്സിബിൾ ആകും. കാരണം എന്താ? ടെക്നിക്കൽ ഇഷ്യൂ. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം എൻഫോഴ്സിബിൾ കിട്ടാത്ത കോൺട്രാക്റ്റുകളെയാണ് അൺഎൻഫോഴ്സിബിൾ എന്ന് പറയുന്നത്. ഇതോടുകൂടെ ഈ അഞ്ചെണ്ണം കഴിഞ്ഞു. ഈ അഞ്ചെണ്ണം ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി. ഏതൊക്കെ പറഞ്ഞ്? ഒന്ന് വാലിഡ്, രണ്ട് വോയിഡ്, മൂന്ന് വോയിഡബിൾ, നാല് ഇല്ലീഗൽ, അഞ്ച് അൺഎൻഫോഴ്സ്. അപ്പൊ ഇതോടുകൂടെ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, ഓൺ ദ ബേസ് ഓഫ് വാലിഡിറ്റി. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസ് ഓഫ് ഫോർമേഷൻ. അതില് എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട്. എക്സ്പ്രസ് ആണ് ആ കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് പറയും എന്താണ് കോൺട്രാക്ട്, ആരൊക്കെ തമ്മിലാണ്, എന്താണ് അതിലുള്ള കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കോൺട്രാക്ട് എക്സ്പ്രസ് ചെയ്യും, കൃത്യമായിട്ട് അതിൽ പറയും. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. നോക്കിയേ, എക്സ്പ്രസ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് വേർ, നോക്കുക, ദ ടേംസ്, ഇതാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്, ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ ക്ലിയർലി സ്റ്റേറ്റ്. അതിലുള്ള എല്ലാ ടേംസും കണ്ടീഷൻസും കൃത്യമായിട്ട് പറയും. ഒന്നുകിൽ വേർഡ് ആവാം, വാക്കാലാവാം, അല്ലെങ്കിൽ റിട്ടേൺ ആവാം, എഴുതിയിട്ടാവാം. അല്ലെ, ഇപ്പൊ ഞാൻ എന്റെ കാറ് മിസ്റ്റർ എക്ക് വിൽക്കുകയാണ്, അവിടെ ഞങ്ങൾ വാക്കാൽ വേർഡ്സ് ആണ്, അല്ലെ, പറയും, എഴുതുമൊന്നുമില്ല.
എന്റെ കാറ് 2 ലക്ഷം രൂപക്ക് നിനക്ക് ഞാൻ നൽകുകയാണ്, നിനക്ക് വിൽക്കാൻ തയ്യാറാണ്. അപ്പൊ അവൻ പറയാണ് ഓക്കെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു, 2 ലക്ഷം രൂപക്ക് നിന്റെ കാർ ഞാൻ വാങ്ങിച്ചോളാം അല്ലെ. ഇവിടെ എന്താണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ടേംസും കണ്ടീഷൻസും അല്ലെ. അത് ടേംസും കണ്ടീഷൻസും ക്ലിയർ ആയിട്ട് പറയുന്നതിനെയാണ് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയാം. അവിടെ കൃത്യമായിട്ട് ആ കോൺട്രാക്റ്റിലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, സെയിൽസ് കോൺട്രാക്ട്, ലീസ് കോൺട്രാക്ട്, ലീസ് എഗ്രിമെന്റ്, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നോക്കിയ ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇംപ്ലൈഡ് എന്നുള്ളതിന്റെ അർത്ഥം അവിടെ പറയൂല, മറച്ചു വെക്കും. ഒരു ഉദാഹരണം, നമ്മൾ ഹോട്ടലിൽ കയറി, ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മളൊരു ഹോട്ടലിൽ കയറി നല്ല കുഴിമന്തി കഴിച്ചു, എന്നിട്ട് നമ്മൾ തിരിച്ചു പോരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആള് പൈസ വയ്ക്കും. നമ്മൾ പറയണേ നമ്മൾ ഒരു കോൺട്രാക്ട് ഒന്നും ഇല്ലല്ലോ, പൈസ തരണം എന്നുള്ള ഒരു കോൺട്രാക്ട് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പൈസ തരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാൽ പൈസ കൊടുക്കണം എന്നുള്ളത് ആരും പറഞ്ഞിട്ടൊന്നല്ല, പക്ഷെ അത് അവിടെ ഉള്ള ഒരു നിയമമാണ് അല്ലെ. അപ്പൊ നമ്മളൊരു ബസ് കയറി പോയി, സ്വാഭാവികമായിട്ടും കണ്ടക്ടർ വന്ന് പൈസ വയ്ക്കും. ഞാൻ പൈസ ഒന്നും തരില്ല, നമ്മൾ തമ്മിൽ കോൺട്രാക്ട് ഒന്നും ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റൂല. ഒരു ബസ് കയറിയാൽ പൈസ കൊടുക്കണം എന്നുള്ളത് എന്താണ്, അതൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലെ. അത് അവിടെ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പറയൊന്നുമില്ല, ആരും പറയൊന്നുമില്ല, പക്ഷെ അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കോമൺ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതുകൊണ്ട് അവിടെ എന്തുണ്ട്, ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ഉണ്ട്. ബസ് കയറിയാൽ പൈസ കൊടുക്കുന്നതും ഹോട്ടലിൽ കയറിയാൽ ഫുഡ് കൊടുക്കുന്നതും ഒക്കെ അതാരും നമ്മളോട് പറയുന്നതല്ല, പക്ഷെ അതൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള കോൺട്രാക്ട് ആണ്. അപ്പൊ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. നോക്കിയേ, an implied contract is a contract where the terms, നമ്മൾ നേരത്തെ പഠിച്ചത് നേരെ ഓപ്പോസിറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ നോട്ട് സ്റ്റേറ്റഡ്. ടേംസും കണ്ടീഷൻസ് ഒന്നും പറയില്ല അല്ലെ, പക്ഷെ അത് ഓൾറെഡി അവിടെ ഉണ്ടാവും. പറയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റൂല. ബട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദ ആക്ഷൻ സർക്കംസ്റ്റൻസസ് ഓഫ് ദ പാർട്ടീസ്. അപ്പൊ പാർട്ടീസ് തമ്മിലുള്ള ആ സാഹചര്യം വെച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നുണ്ട്. എന്റെ എക്സാമ്പിൾ നോക്കിയേ, when you take a food at a restaurant, there is an implied contract to pay for the food. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു, അതിന് പൈസ കൊടുക്കണം എന്നുള്ളത് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ആരോട് നമ്മളോട് പറയുന്നില്ല, നമ്മൾ അഗ്രിമെന്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെ, അവിടെ ഓഫർ അക്സെപ്റ്റൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ അവിടെ ഉണ്ട്, ഒരു കോൺട്രാക്ട് ഉണ്ട് അല്ലെ, ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്. ആ വാക്ക് വേണമെങ്കിൽ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാം, ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, കോമൺ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ ഉണ്ടാകുന്ന കോൺട്രാക്റ്റിനെയാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ടേംസും കണ്ടീഷൻസ് ഒന്നും അവിടെ പറയൂല, പക്ഷെ അവിടെ എന്തുണ്ട്, ഓൾറെഡി ഒരു കോൺട്രാക്ട് ഉണ്ട്. ഇനി മൂന്നാമത്തത്, അപ്പൊ ഒന്നെന്താ പറഞ്ഞേ, ഓൺ ദ ബേസ് ഓഫ് ഫോർമേഷൻ, ഒന്ന് എക്സ്പ്രസ്, 2 ഇംപ്ലൈഡ്. ക്ലിയർ അല്ലേ? ഈ എക്സ്പ്രസ് ഇംപ്ലൈഡ് ഓക്കെ അല്ലേ? ടൈപ്പ് ചെയ്താണ്, അത് രണ്ടും ഓക്കെ ആണല്ലോ അല്ലെ. എക്സ്പ്രസ് കോൺട്രാക്റ്റും ഇംപ്ലൈഡ് കോൺട്രാക്റ്റും സെറ്റ് ആണ്, ഓക്കെ റെഡി. ഇനി മൂന്നാമത്തത് ടാസിറ്റ് കോൺട്രാക്ട്. ടാസിറ്റ് കോൺട്രാക്ട് ശരിക്കും ശ്രദ്ധിച്ചോളി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, എന്ത്, ഹോട്ടലിൽ കയറിയാൽ ഫുഡ് കഴിച്ചാൽ പൈസ കൊടുക്കണം. ഇവിടെ പക്ഷെ അതിൽ ഒന്നുകൂടെ ഒരു പറയുന്നത്, ഇത് ശരിക്കും ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ടിന്റെ ഭാഗം തന്നെ കേട്ടോ. നോക്കിയേ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇവിടെ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മള് ഒരു ബസ് കയറി അല്ലെ, ബസ് കയറിയാൽ ഒരാൾ എന്ത് ചെയ്തു, ബസ് കയറിയിട്ട് അവിടെ ഒരു പായൊക്കെ വിരിച്ച് അതിൻ്റെ ഉള്ളിലും കിടന്നുറങ്ങി, പറ്റുമോ? ഇല്ല. അതെന്താ? കാരണം ബസ് കയറിയാൽ കിടന്നുറങ്ങാൻ പറ്റൂല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ ബസ് കയറിയാൽ ബസ്സിൽ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട് അല്ലെ. അവിടെ പോയിട്ട് നിങ്ങൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കുളിക്കാനൊന്നും പറ്റില്ല ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന്. കാരണം എന്താ? അതൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ അങ്ങോട്ട് പറയാമല്ലോ, നിങ്ങൾ ഇവിടെ കുളിക്കരുതെന്നൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ, അല്ലെ ഇവിടെ കിടന്നുറങ്ങുന്നതെന്നൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ, അങ്ങനൊന്നും പറയാൻ പറ്റൂല. കാരണം അതൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളൊരു ബസ് കയറി, ആ ബസ്സിൽ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അല്ലെ നമ്മളൊരു ഹോട്ടലിൽ കയറി അല്ലെ, ഹോട്ടലിൽ കയറിയിട്ട് നിങ്ങൾ ഒരു പായ വിരിച്ച് അവിടെ കടന്നുറങ്ങി, അത് പറ്റൂല. കാരണം അത് പറ്റൂല എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോ അത്തരത്തിലുള്ള കോൺട്രാക്ട്, ഹോട്ടലിൽ കയറി പൈസ കൊടുക്കുന്നത് ഏതാണ്? ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഹോട്ടലിൽ കയറിയാൽ പൈസ കൊടുക്കണം എന്നുള്ളത് ഇംപ്ലൈഡ് കോൺട്രാക്ട്. പക്ഷെ ഹോട്ടലിൽ കയറിയാൽ അവിടുത്തെ കുറെ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ, കുറെ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഇപ്പോ സ്മോക്ക് ചെയ്യരുത്, അവിടുത്തെ റൂളാണ്. അതെന്താണ്? ടാക്സിറ്റ് കോൺട്രാക്ട് ആണ്. അപ്പൊ ടാക്സിറ്റ് കോൺട്രാക്ട് ആണ് ഇംപ്ലൈഡ് കോൺട്രാക്ടിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതിനെന്താ പറയുന്നത്? ഇറ്റ്സ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം അല്ലെ. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കുറെ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്, അത് ചെയ്യാൻ അതെവിടെ എഴുതി വെക്കൊന്നുമില്ല, അതാരും പറഞ്ഞിരുന്നില്ല, പക്ഷെ അത് എന്തുണ്ട്, എല്ലാവർക്കും അതിനെ കുറിച്ച് ഐഡിയ ഉണ്ട്, ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാവും. ആ കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ടാക്സിറ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇംപ്ലൈഡ് കോൺട്രാക്ടിന്റെ ഭാഗമാണ്, ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മേൽ ഉണ്ടാവുന്ന ഒരു കോൺട്രാക്ട് ആണ് ടാക്സിറ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇംപ്ലൈഡും ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും.
ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെ പറഞ്ഞു? ഒന്ന് എക്സ്പ്രസ് കോൺട്രാക്ട്, രണ്ട് ഇംപ്ലൈഡ് കോൺട്രാക്ട്, ഒന്ന് ടാക്സിറ്റ് കോൺട്രാക്ട്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്. പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ശ്രദ്ധിച്ചോളി. ഒന്ന് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, രണ്ട് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. അതായത് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ആണ്, ഇതിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ടേം ഇതാണ്: ബോത്ത് പാർട്ടീസ് ഹാവ് ഫുൾഫിൽഡ് ദർ ഒബ്ലിഗേഷൻ. അതായത് രണ്ടാളുകളും അവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം, ഞാൻ എന്റെ കാറ് വിൽക്കാണ് രാമുവിന് 2 ലക്ഷം രൂപക്ക്. അവൻ അക്സെപ്റ്റ് ചെയ്തു, അവൻ 2 ലക്ഷം രൂപ എനിക്ക് തന്നു. ഇതോടുകൂടെ ഞങ്ങൾക്ക് ക്ലോസ് ചെയ്തു അല്ലെ. ഇനി ഞാൻ അവനൊന്നും കൊടുക്കാല്ല, അവൻ എനിക്കൊന്നും തരാല്ല. ഇതോടുകൂടെ കംപ്ലീറ്റ് ആയി. ഇത് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. അതായത് രണ്ട് പാർട്ടിയും അവരുടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി. കംപ്ലീറ്റ് എന്നുള്ള വാക്കായി നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. കംപ്ലീറ്റ് കോൺട്രാക്ട് ആണ് അല്ലെ. ഇനി ഞാനും ഒന്നും ചെയ്യാല, രാമും ഒന്നും ചെയ്യാല, ഞങ്ങൾ രണ്ടുപേരും നമ്മളെ കംപ്ലീറ്റ് ഇടപാടും അവിടെ തീർന്നിട്ടുണ്ട്. ഇനി സപ്പോസ് രണ്ടാമത്തെ പറയേണ്ട എക്സിക്യൂട്ടറി കോൺട്രാക്ട്. അവിടെ എന്തുണ്ട്? ഒന്നുകിൽ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ രണ്ട് പാർട്ടി തമ്മിൽ എന്തെങ്കിലും ബാക്കിയുണ്ട്, ബാലൻസ് ഉണ്ട്. നോക്കിയേ, സ്റ്റിൽ ഹാവ് ഒബ്ലിഗേഷൻ ടു, അത് നോട്ട് ഫുൾഫിൽ ആണ്. രണ്ട് പാർട്ടി തമ്മിലുള്ള കോൺട്രാക്ട് കംപ്ലീറ്റ് അല്ല. ഒരു ഉദാഹരണം, അപ്പൊ ഞാൻ രാമുവിന്റെ കാറ് കൊടുത്തു, കാറ് വിറ്റു 2 ലക്ഷം രൂപ. രാമു പറയാണ്, കാറ് ഞാൻ അപ്പൊ കൊണ്ടുപോവാ, പക്ഷെ പൈസ എൻ്റെ അടുത്തില്ല, ഞാനൊരു 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പൈസ തരാന്ന് പറയണം. അതെന്തല്ല? എക്സിക്യൂട്ടഡ് അല്ല. കാരണം അവിടെ പെൻഡിങ് ഉണ്ട്. എന്ത് പെൻഡിങ് ഉണ്ട്? 2 ലക്ഷം രൂപ അവൻ പെൻഡിങ് ആക്കി. എത്ര പെൻഡിങ് ആക്കി? 3 മാസത്തേക്ക് പെൻഡിങ് ആക്കി അല്ലെ. അതുകൊണ്ട് അതെന്താണ്? എക്സിക്യൂട്ടറി കോൺട്രാക്ട്. എക്സിക്യൂട്ടറി കോൺട്രാക്ട് ആണ് എന്താ? നോട്ട് കംപ്ലീറ്റ്. അത്ര ഓർത്താൽ മതി നിങ്ങൾ. നോട്ട് കംപ്ലീറ്റ്, കംപ്ലീറ്റ് അല്ല. അപ്പൊ പാർട്ടീസ് തമ്മിലുള്ള ചില ഇടപാടുകൾ, ചില ഒബ്ലിഗേഷൻസ് എന്തുണ്ട്? പെൻഡിങ് ഉണ്ട്. ചിലപ്പോൾ പൈസ കൊടുക്കാനാവാം, ചിലപ്പോൾ അതിന്റെ സാധനം കൊടുക്കാനാവാം അല്ലെ, എന്തോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പെൻഡിങ് ഉള്ള കോൺട്രാക്റ്റുകളെയാണ്, അഥവാ കംപ്ലീറ്റ് അല്ലാത്ത കോൺട്രാക്റ്റുകളെയാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. അപ്പൊ എന്താ എക്സിക്യൂട്ടറി? നമ്മൾ എന്താ പറഞ്ഞേ? കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെ, രണ്ട് പാർട്ടി തമ്മിലുള്ള മുഴുവൻ ഇടപാടും തീർന്നിട്ടുണ്ട്, ഇനി അവിടെ ഒന്നും ബാക്കിയില്ല. അതാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. എക്സിക്യൂട്ടറി പറഞ്ഞാൽ എന്താ? പെൻഡിങ് ഉണ്ട് അല്ലെ, രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഇടപാടിൽ പെൻഡിങ് ഉണ്ട്. അതാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. മൂന്നാമത്തത് യൂണിലാറ്ററൽ കോൺട്രാക്ട്. ഇതൊക്കെ ഈ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാട്ടോ. യൂണിലാറ്ററൽ കോൺട്രാക്ട് അത് നോക്കി. യൂണി എന്നാണ് ശരിക്കും ഒന്ന് എന്നാണ് അല്ലെ, ഒരാളെന്നാണ്. നോക്കുക, വൺ പാർട്ടി മേക്സ് എ പ്രോമിസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ അതർ പാർട്ടീസ് ആക്ഷൻസ്. ഇതിന്റെ എക്സാമ്പിൾ നോക്കി, അതാണ് ഏറ്റവും നല്ലത്. അതായത് കമ്പനിയുടെ ഒരു സാധനം വീണുപോയി, ഒരു ഉദാഹരണം, അവിടെ ഒരു വില പിടിപ്പുള്ള ഒരു വജ്രം ഉണ്ടായിരുന്നു അല്ലെ, ആ വജ്രം വീണുപോയി. അപ്പൊ കമ്പനി എല്ലാ എംപ്ലോയീസിനും വിളിച്ച് പറയാണ്, നിങ്ങളിത് നല്ലോണം തിരഞ്ഞു നോക്കി, കിട്ടുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു റിവാർഡ് ഉണ്ട് എന്ന് പറയാം. കമ്പനിയുടെ നല്ല വില പിടിപ്പുള്ള ഒരു വജ്രമാണ് കളഞ്ഞു പോയത്, എല്ലാവരോടും തിരഞ്ഞോക്കാൻ പറഞ്ഞ് കിട്ടുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? എല്ലാ ആൾക്കാരും തന്നെ നോക്കി. പക്ഷെ ഇവിടെ ആർക്കേ കിട്ടുള്ളൂ? ഒരാൾക്ക് മാത്രം അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞത്. നോക്കി, കോൺട്രാക്ട് വേർ വൺ പാർട്ടി മേക്സ് എ പ്രോമിസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഫോർ അതർ പാർട്ടീസ് ആക്ഷൻ. ഒരാൾക്ക് മാത്രമേ ഇവിടെ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. സംഭവം എല്ലാവരും തിരഞ്ഞുനോക്കും അല്ലെ, എല്ലാവരും അത് നന്നായിട്ട് നോക്കും, പക്ഷെ കിട്ടുന്നത് ഒരാൾക്കേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ രണ്ടാം ഒരു മിസ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരാൾക്ക് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറയാണ് അല്ലെ, ഈ ബിസിനസ് റെഗുലേഷനിൽ ഞാൻ പരീക്ഷ എടുത്താണ്. ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് എൻ്റെ അവിടെ ഗിഫ്റ്റ് ഉണ്ടാവും. ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് എൻ്റെ അവിടെ ഗിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും. ഇപ്പൊ ഇവിടെ 100 കുട്ടികളുണ്ട്, 100 കുട്ടികളും ട്രൈ ചെയ്യും, പക്ഷെ കിട്ടുന്ന ആർക്കുള്ളൂ? ഓൺലി വൺ പാർട്ടി. കണ്ട, ഒരാൾക്ക് മാത്രമേ അതിന്റെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾക്ക് മാത്രമേ അതിന്റെ ഗിഫ്റ്റ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട്. അവിടെ ഒരു പാർട്ടിക്ക് മാത്രമേ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? യൂണിലാറ്ററൽ ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, ഒരു പാർട്ടിക്ക് മാത്രമേ അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. റെഡി ആണോ? ഒന്ന് ടൈപ്പ് ചെയ്താണ്. ഓക്കെ, റെഡി ആണല്ലേ? കമന്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ബൈലാറ്ററൽ കോൺട്രാക്ട്. ബൈലാറ്ററൽ എന്ന ആ വാക്കിൽ തന്നെ ഉണ്ട്. ബൈ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അല്ലെ. അതായത് രണ്ട് പാർട്ടിക്കും ബെനിഫിറ്റ് ഉണ്ടാവും. രണ്ട് പാർട്ടിക്കും
അതിൽ മെച്ചുണ്ടാവും. അപ്പൊ നോക്കിയേ, ഞാൻ എൻ്റെ കാർ വിറ്റു 2 ലക്ഷം രൂപക്ക്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? ഞാൻ രാമുവിന് എൻ്റെ കാർ വിറ്റു, എന്റെ ചോദ്യമാണ്, നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യും. എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? രാമുവിന് കാർ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? 2 ലാഖിനാണ് അല്ലെ, 2 ലക്ഷം രൂപക്കാണ് ഞാൻ കാർ വിറ്റത്. അതായത് ഒരു പാർട്ടി ഞാനാണ്. ആ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്തോളി. യെസ്, ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ക്യാഷ്, ആ എമൗണ്ട് അല്ലെ, 2 ലക്ഷം രൂപ, അതാണ് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ രാമുവിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? യെസ്, കാർ അല്ലെ. ആ കാറാണ് രാമുവിന് കിട്ടുന്ന ബെനിഫിറ്റ്. അതാണ് ബൈലാറ്ററൽ കോൺട്രാക്ട്. ഇവിടെ എന്തുണ്ട്? രണ്ട് ഭാഗത്തും, അഥവാ നമ്മൾ ഓഫർ കൊടുക്കുന്ന ഒരാളുണ്ടാവും, അക്സെപ്റ്റൻസ് കൊടുക്കുന്ന ഒരാളും, രണ്ട് ഭാഗത്തേക്കും അവിടെ ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ബൈലാറ്ററൽ കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് വേർ ദ ബോത്ത് പാർട്ടീസ് മേക്ക് പ്രോമിസ്. രണ്ടാളും ഇവിടെ പ്രോമിസ് ചെയ്യും. ഞാനിപ്പോ എന്താ പ്രോമിസ് ചെയ്ത്? എന്റെ കാർ 2 ലക്ഷത്തിന് വിൽക്കുന്നു. അവനെന്താ പ്രോമിസ് ചെയ്ത്? ആ കാർ 2 ലക്ഷത്തിന് ഞാൻ വാങ്ങിക്കുന്നു. കണ്ട, രണ്ട് ഭാഗത്തുനിന്നും പ്രോമിസ് ഉണ്ടാവും, രണ്ട് ഭാഗത്തും അതിൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ബോത്ത് പാർട്ടീസ് ആർ ബൗണ്ട് ടു പെർഫോം ദെയർ പ്രോമിസസ്. രണ്ട് ഭാഗത്തും ബെനിഫിറ്റ് ഉള്ള കോൺട്രാക്റ്റുകളെയാണ് ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് മാത്രമേ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ബൈലാറ്ററൽ എന്നാൽ രണ്ട് പാർട്ടിക്കും ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഒന്ന്, വാട്ട് ഈസ് മെർക്കന്റൈൽ ലോ അല്ലെങ്കിൽ വാട്ട് ഈസ് ബിസിനസ് ലോ? ബിസിനസ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസിനാണ്, നിയമങ്ങൾക്കാണ് മെർക്കന്റൈൽ ലോ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, വാട്ട് ഈസ് കോൺട്രാക്ട്? അത് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഏറ്റവും നല്ലത് അല്ലെ, എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ, അതാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ എഗ്രിമെന്റ് ആൻഡ് കോൺട്രാക്ട്. എഗ്രിമെന്റും കോൺട്രാക്ട് നമ്മുടെ ഡിഫറൻസ്. പിന്നെ 10 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് അല്ലെ, നമ്മൾ 3 ക്ലാസിഫിക്കേഷനും പറഞ്ഞു, അതിന്റെ സബും പറഞ്ഞു. അത് ഒന്നെങ്കിൽ 10 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് തന്നെ 2 മാർക്കിന് വരാം. സപ്പോസ് വാട്ട് ഈസ് ഇംപ്ലൈഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ വാട്ട് ഈസ് വാട്ട് ഈസ് വോയിഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ വാട്ട് ഈസ് വാലിഡ് കോൺട്രാക്ട്, അങ്ങനെ 2 മാർക്കിനും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്നുള്ള ഭാഗത്ത് അവൈലബിൾ ആവും, അവിടെ നിന്ന് നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.